ഫ്രണ്ട്സ്, അങ്ങനെ എമ്പുരാൻ സിനിമ വീണ്ടും റീസെൻസർ ചെയ്ത് അതിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് റിലീസ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഞാൻ ആ സിനിമ കണ്ടൊരു വ്യക്തിയാണ്. ആ സിനിമ കണ്ടൊരു വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ അഭിപ്രായം ഇതാണ്. എനിക്കതിന് ആ സിനിമയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളുള്ളതായിട്ടും തോന്നിയിട്ടില്ല. കാരണം എല്ലാ പാർട്ടിക്കാർക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ BJPക്കും കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. BJPക്ക് കൊടുത്തതിനേക്കാളും കൂടുതലും കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനുമാണ് കൊടുത്തേക്കുന്നത്. ആ പാർട്ടിക്കാർക്കൊന്നും ഇല്ലാത്തൊരു സങ്കടം ഇവർക്ക്. ഈ സംഘപരിവാർ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് ഇതിനു മുമ്പും പല സിനിമകളിലും ആക്ഷേപിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്തൊരു വേദന ഈ സിനിമയോട് മാത്രം എന്തുകൊണ്ട്? ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമ, നമ്മുടെ കേരള സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു തലവര മാറ്റാൻ കെൽപ്പുള്ളൊരു സിനിമ. ഞാൻ ആ സിനിമ കണ്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സിനിമയ്ക്ക്. ആ സിനിമയെ എത്രയും നശിപ്പിക്കാമോ അത്രയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ടീംസ്. എന്തായാലും ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാൻ എൻ്റെ വീട്ടുകാരോട് കാര്യം പറഞ്ഞപ്പം അവരും കാണണം. പിന്നെ അതിപ്പം പ്രായമുള്ള അമ്മയാണല്ലോ അച്ഛനാണല്ലോ എല്ലാവരും കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നതാണ്. കാരണം ടിക്കറ്റ് കിട്ടാനില്ലാത്തതുകൊണ്ട് ഇത്രയും ദിവസം കാണിക്കാഞ്ഞത്. ഇപ്പോൾ എങ്ങനെ ടിക്കറ്റ് ഒപ്പിച്ചുകൊണ്ട് കാണിക്കുന്നത്? ഞാനിപ്പോൾ ഫസ്റ്റ് ഡേ എങ്ങനെയാണോ ഷോ കണ്ടത്, കഷ്ടപ്പെട്ട് ടിക്കറ്റ് ഒപ്പിച്ചു, അതുപോലെ തന്നെ വീണ്ടും ടിക്കറ്റ് ഒപ്പിച്ച് ഇവരെ കൊണ്ട് കാണിക്കേണ്ട അവസ്ഥയാണ്. കാരണം നാളെ ഈ പടത്തിനകത്ത് സെൻസർ ചെയ്താൽ വരുന്നത്. അപ്പോൾ നാളെ ആ സീൻസ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ സിനിമയുടെ ആസ്വാദനത്തെ ബാധിക്കും. അതുകൊണ്ട് എങ്ങനെയും ടിക്കറ്റ് ഒപ്പിച്ച് അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പില്ല ഞാൻ. ഇത് ചെയ്യാനെന്ന് പറയാം. എടാ, ഈ ഗതി സിനിമയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സമയം ഒരു കാലം കഴിയുമ്പോഴത്തേക്കും മനുഷ്യന്മാർക്ക് ഇതിനേക്കാൾ വലിയ ഗതി വരത്തില്ലെന്ന് എന്താ ഉറപ്പ്? കാരണം ഇത് UPയോ ഗുജറാത്തോ ഒന്നുമല്ല, ഇത് നമ്മുടെ കേരളത്തിലാണ്. അത് കാരണം ഇത്രയും സമത്വമുള്ളൊരു കേരളത്തിലാണ് ഈ സംഭവിക്കുന്നതെന്ന് ഓർത്തോണം. ഇവിടെ അങ്ങനെ ജാതിയോ മതമോ വിഭജനങ്ങളോ ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലൊരു കരുതി ഒപ്പിച്ചുകൊണ്ട് വന്നേക്കുന്നത്. ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള മറ്റുള്ള ആൾക്കാരൊക്കെ എവിടെ പോയെന്ന് ആലോചിക്കുന്നത്. ഇപ്പൊ ഫെഫ്കയും മറ്റേ അമ്മ അസോസിയേഷനും WCCയും മാങ്ങാത്തൊരിയൊന്നും ഇല്ലേ? ഫിലിം ഫെഡറേഷനൊക്കെ എവിടെ പോയി? ഇവർക്കൊന്നും മിണ്ടാനില്ലേ? ഫിലിം മിനിസ്റ്ററായ സജി ചെറിയാൻ വന്നിട്ട് പറഞ്ഞു അതിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന് നേരത്തെ പറയായിരുന്നോ? നിങ്ങൾക്ക് കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ, പൃഥ്വിരാജിനും മോഹൻലാലിനും വിളിച്ച് സംസാരിക്കുക, അത് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞങ്ങൾ കൂടെ ഉണ്ടെന്നൊക്കെ പറയരുതോ? ഒരു സിനിമയുടെ അവസ്ഥ വേറെ രീതിയിലായി. എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഒരു പാർട്ടിക്കാരനും കാര്യങ്ങളൊന്നും അല്ല. എനിക്ക് പൊളിറ്റിക്സ് ഇഷ്ടമില്ല. ഇന്നേ വരെ വോട്ട് ചെയ്യാത്ത മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്ത് തന്നെയാണെങ്കിലും ഞാനൊരു സിനിമാ പ്രേമിയാണ്. ഭാവിയിൽ ഒരു ഡയറക്ടറാകണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് ഞാൻ. ഇപ്പോൾ എനിക്ക് പ്രയാസം തോന്നുന്നത്, ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ എൻ്റെ പൊളിറ്റിക്സ് ഞാൻ എവിടെ കൊണ്ട് കാണിക്കുമെന്നുള്ളതാണ്. എൻ്റെ പൊളിറ്റിക്സ് BJPക്കോ എതിരാണെന്നുള്ളതല്ല. എൻ്റെ പൊളിറ്റിക്സ് വേറെ. എല്ലാ മനുഷ്യർക്കും ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഇപ്പോൾ പൊളിറ്റിക്സ് മാറ്റി വെച്ച് സിനിമ ചെയ്യണമെന്നാണ് തോന്നുന്നത്. സ്ക്രിപ്റ്റൊക്കെ എഴുതി വെച്ചത് വെറുതെ ആയടേ, എല്ലാം പൊളിച്ച് എഴുതണം, ഒന്നും കാണിക്കാൻ പാടില്ല. ഇപ്പം ഇതിനു മുമ്പ് എത്രയോ സിനിമകൾ, കേരള സ്റ്റോറി, മറ്റേ സ്റ്റോറി, ഇതിലും വയലൻസ് ഉള്ള സിനിമകൾ വന്നിട്ട് അതിനൊന്നും ഇവർക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഇപ്പം ഇതിനകത്തൊരു എന്താ പറയാനാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പം പൃഥ്വിരാജിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും സെൻസർ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു പടം. ഓക്കെ, അപ്പം സിനിമ കാണാനുള്ളവരൊക്കെ പോയി കാണാടേ. സെൻസർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള മികച്ച സീനുകളൊക്കെ കട്ടാവും. ഫസ്റ്റ് പടം തുടങ്ങിയ ഒരു 20 മിനിറ്റ് ഹെവി മേക്കിംഗ് ആണത്. അതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ഡയലോഗൊക്കെ മ്യൂട്ട് ആയി കഴിഞ്ഞാൽ പുല്ല് അതിൻ്റെ ആസ്വാദനത്തെ ശരിക്കും ബാധിക്കും. അപ്പോൾ എല്ലാവരും കാണാനുള്ളവരൊക്കെ പോയി കാണുക. പിന്നെ സെൻസർ ചെയ്തതിന് ശേഷമുള്ളൊരു റിവ്യൂ പടം കാണുന്നതാണെങ്കിൽ ഇട്ട് തരാം. കഴിവതും അതിന് മുമ്പുള്ള സിനിമയ്ക്ക് പോകാനാണ്, ഫാമിലിയെ കൊണ്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അച്ഛനും അമ്മയൊക്കെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധം പിടിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്, ഞാൻ ആദ്യ ദിവസം ടിക്കറ്റ് കിട്ടാൻ പാടുപെട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. കാരണം ഈ സെൻസർ ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാരും ഒരു കാര്യം പറയാമല്ലോ, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടന്നെന്ന് പറഞ്ഞാലും പടം ഹൗസ്ഫുള്ളാണ് കേട്ടോ, കളക്ട് ചെയ്യുന്നുണ്ട്. അത്
എന്തോ വലിയ കാര്യം. ഇൻഡസ്ട്രിയിലെ ഒരു വലിയ ചരിത്രമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യുക.